Hi dear students. കഴിഞ്ഞ സെമസ്റ്ററുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിയൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ്. അതിൽ റിയൽ ഫങ്ഷനുകളുടെ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞു, അസ്യൂംഡ് വാല്യൂ ദാറ്റ് ഇസ് ലിമിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, കണ്ടിന്യൂറ്റി പറഞ്ഞു, ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞു, ഇൻ്റഗ്രബിലിറ്റി പറഞ്ഞു. അതിൽ സിംഗിൾ ഇൻ്റഗ്രലും ഡബിൾ ഇൻ്റഗ്രലും ട്രിപ്പിൾ ഇൻ്റഗ്രൽ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റിയൽ ഫംഗ്ഷനുകളുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോംപ്ലക്സ് നമ്പറുകളെ കുറിച്ചാണ്. കോംപ്ലക്സ് നമ്പറുകളെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നത് ചില ആൾജിബ്രിക് ഇക്വേഷനുകളുടെ സൊല്യൂഷനുകളിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, x² + 1 = 0 എന്ന് പറയുന്ന ഒരു ആൾജിബ്രിക് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നത് x² = -1 എന്നാണ്. ആക്ച്വലി there is no real numbers whose squares as negative quantity. നെഗറ്റീവ് നമ്പറുകൾ സൊല്യൂഷനായി വരുന്ന x² എന്ന റിയൽ നമ്പറുകൾ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ നമുക്ക് മറ്റു ചില നമ്പറുകളെ കുറിച്ച് പറയാൻ കഴിയും. ദാറ്റ് ഈസ് we denoted as root of -1. Root of -1. It is denoted as iota. Greek letter iota ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് ഓഫ് -1 എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ പുതിയൊരു നമ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്പറിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറുകൾ എന്നുള്ള ഭാഗത്തിലേക്ക് എടുത്തിരുന്നത്. അപ്പോൾ വേറെ ഇക്വേഷൻ നോക്കാം. x² + 4 = 0. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് x² = -4 എന്നാണ്. x² = -4 എന്നാണ് കിട്ടുക. അതനുസരിച്ച് കൊണ്ട് നമ്പർ അവിടെ വരുന്ന സൊല്യൂഷൻ ആയിട്ട് വരുന്ന നമ്പർ x = √(-4) എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അവിടെ √(-1) = I എന്നൊരു റെപ്രസെന്റേഷൻ ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് x = √(-1) × √4 എന്ന് എഴുതാം. That is ± I × 2. നമ്മൾ എഴുതുന്നത് ± 2i അല്ലെങ്കിൽ i2 എന്ന് എഴുതും. 2i. ഇവിടെ കണ്ട ഇതും ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പറുകളെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ദ ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ്, ദാറ്റ് ഈസ് every complex numbers are represented as z = x + i y എന്ന്. x + i × y എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നു. ഇവിടെ x and y ആർ റിയൽ നമ്പേഴ്സ്. ഏത് റിയൽ നമ്പർ ആവാം, 0 ആവാം, പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പർ ആവാം, ഏത് നമ്പറുകളും ആവാം, ഏത് റിയൽ നമ്പറുകളും ആവാം. ഇങ്ങനെയാണ് ജനറൽ ആയിട്ട് കോംപ്ലക്സ് നമ്പറുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് പാർട്ടിനെ x എന്നതിനെ നമ്മൾ റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ആൻഡ് y is denoted as the imaginary part എന്നാണ് നമ്മൾ പറയുക. That means a complex number is consist of a real part and a complex part. Complex part is denoted as imaginary part. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏതൊരു റിയൽ നമ്പറിനെയും ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, 3 can be written as 3 + 0i. 3 is the real part and 0 is the imaginary part. -2 can be written as -2 + 0 × i. അതുകൊണ്ട് എല്ലാ റിയൽ നമ്പറുകളെയും ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ദ റിയൽ നമ്പേഴ്സ് ആർ സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പറിന്റെ സബ്സെറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എവരി റിയൽ നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഇനി കോംപ്ലക്സ് നമ്പറുകളെ
എല്ലാം ഇപ്പോഴും നമുക്ക് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഫോമിലല്ല കാണുന്നുണ്ടാവുക. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, 3i എന്ന് മാത്രമായിരിക്കും. 3i എന്ന് മാത്രമാണെങ്കിൽ അവിടെ ഈ ജനറൽ ഫോം എങ്ങനെയാണ് എഴുതുക? ഹിയർ ദ റിയൽ പാർട്ട് ഈസ് 0 ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് 3. സോ 3i can be written as 0 plus 3i, that is in x plus iy form. ഇനി ഇങ്ങനെയാണെങ്കിലോ -2i എന്നായിരുന്നെങ്കിലോ അവിടെ ഉണ്ടാകുന്ന റിയൽ പാർട്ട് ഏത്, ഇമാജിനറി പാർട്ട് ഏത്? ഇവിടെ റിയൽ പാർട്ട് 0 ആണ്. 0 പ്ലസ് -2 into i എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ റിയൽ പാർട്ട് ഈസ് 0 ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് -2 എന്ന് മാത്രമേ എഴുതാവൂ. ചില ആളുകൾ ഇമാജിനറി പാർട്ട് എന്ന് ചോദിക്കുമ്പോൾ -2i എന്ന് എഴുതാറുണ്ട്. അത് തെറ്റാണ്. ഇമാജിനറി പാർട്ട് ഈസ് -2 ഉണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. The complex numbers are represented in x plus iy form, where x and y are real numbers. X is called the real part, and y is called the imaginary part of that complex number. Complex numberകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടെർമിനോളജി ആണ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്, that is, if we have a complex number as z is equal to x plus iy, then its conjugate is represented as z bar equal to x minus iy എന്ന്. For example, if we have a complex number z equal to 3 plus 2i, then its conjugate is z bar equal to 3 minus 2i എന്ന്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലോ z equal to -3 -2i എന്നായിരുന്നെങ്കിലോ അവിടെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? z bar equal to റിയൽ പാർട്ട് is -3 itself and conjugate കോംപ്ലക്സ് പാർട്ട് എങ്ങനെയായിരിക്കും? -2i, that is +2i എന്നായി മാറും. അപ്പോൾ -3i എന്ന് പറയുന്ന നമുക്കൊരു -5i എന്ന് നൽകാം. -5iയുടെ കോൺജുഗേറ്റ് എന്തായിരിക്കും? ആക്ച്വലി ഇറ്റ് ഈസ് റിട്ടൺ ആസ് 0 plus -5i എന്നാണ്. സോ ഇറ്റ്സ് കോൺജുഗേറ്റ്, സപ്പോസ് ഇറ്റ് ഈസ് z, then z bar equal to 0 minus -5i, that is equal to 5i എന്നാണ് വരിക. ഇനി റിയൽ നമ്പറുകളും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇഫ് z is equal to some 10 എന്ന് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്താ വരുന്നുണ്ടാവുക? z bar equal to 10 itself. റിയൽ പാർട്ടിന് ചേഞ്ച് ഒന്നുമില്ല. ഇമാജിനറി പാർട്ടിലെ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കി എഴുതുക എന്നതാണ് കോൺജുഗേറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ. ഇനി ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ആൾജിബ്ര ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുള്ളതാണ്. റിയൽ നമ്പറുകളുടെ ആൾജിബ്ര പറഞ്ഞതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പറുകളിലും ചില അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദാറ്റ് ഈസ്, സപ്പോസ് വി ഹാവ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് z1 equal to x1 plus iy1 and z2 equal to x2 plus iy2. Then addition of these two complex numbers, addition, that is z1 plus z2 is written as x1 plus iy1 plus x2 plus iy2. ഇവിടെ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക. റിയൽ പാർട്ടുകൾ ആദ്യം ആഡ് ചെയ്യുക, പിന്നെ ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ടുകൾ x1 x2 ആണ്. സോ x1 plus x2 പ്ലസ് പിന്നെ ഇമാജിനറി പാർട്ടുകൾ y1 plus y2. So the addition of two complex numbers gives x1 plus x2 plus i into y1 plus y2 ആണ്. അതുപോലെ തന്നെയാണ് ഡിഫറൻസും. z1 മൈനസ് z2 ആണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റം x1 പ്ലസ് iy1 മൈനസ് x2 പ്ലസ് iy2 എന്ന് വരും. അപ്പോൾ കിട്ടുന്നത് x1 മൈനസ് x2 ആയിരിക്കും ഇവിടുത്തെ റിയൽ പാർട്ട്, ആൻഡ് ഇമാജിനറി പാർട്ട് y1 മൈനസ് y2 എന്നും കാണാൻ കഴിയും. ഇതുപോലെയാണ് പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും. z1 ഇൻറ്റു z2 ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് x1 പ്ലസ് iy1 ഇൻറ്റു x2 പ്ലസ് iy2 ചെയ്താൽ കിട്ടുന്നത്
സാധാരണ മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് x1 x2 പ്ലസ് I ഇൻറ്റു x1 y2 പ്ലസ് I ഇൻറ്റു x2 y1 പ്ലസ് I ഇൻറ്റു y1 ഇൻറ്റു I ഇൻറ്റു y2 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് x1 x2 പ്ലസ് I ഇൻറ്റു x1 y2 പ്ലസ് x2 y1. പിന്നെ ഇവിടെ y1 ഇൻറ്റു y2 എന്ന് പറയുന്ന രണ്ട് റിയൽ നമ്പറുകളുണ്ട്. y1 ഇൻറ്റു y2. നെക്സ്റ്റ് I ഇൻറ്റു I എന്നാണുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് എങ്ങനെയല്ലേ? ദാറ്റ് ഈസ് I ഈക്വൽ ടു റൂട്ട് ഓഫ് -1 എന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ I സ്ക്വയർ ഈക്വൽ ടു -1 എന്നായിരിക്കൂടെ? ദാറ്റ് ഈസ് I സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? സോ I ഇൻറ്റു I ഈക്വൽ ടു I സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? I ഇൻറ്റു I ഈക്വൽ ടു -1, ദാറ്റ് ഈസ് -y1 y2 എന്നാണ് കിട്ടുക. സോ റിയൽ പാർട്ട് ഈസ് x1 x2 മൈനസ് y1 y2. x1 x2 മൈനസ് y1 y2 പ്ലസ് I ഇൻറ്റു x1 y2 പ്ലസ് x2 y1 എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതേപോലെ കോഷ്യന്റിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് z1 ബൈ z2 ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് z1 ബൈ z2 ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യുക. x1 പ്ലസ് I y1 ഡിവൈഡഡ് ബൈ x2 പ്ലസ് I y2 എന്നാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ കോംപ്ലക്സ് നമ്പറുകൾ വരുന്ന സമയത്ത് നമുക്ക് ഇവയെല്ലാം എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ജനറൽ ഫോമിലേക്കാണ് എത്തിക്കേണ്ടത്. അതിനുവേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്ററിൽ വരുന്ന ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ എഴുതാൻ പറ്റുക. ദാറ്റ് ഈസ് x1 പ്ലസ് ഐ y1 ഡിവൈഡഡ് ബൈ x2 പ്ലസ് ഐ y2 ഇൻറ്റു ഇതിൻ്റെ കോൺജുഗേറ്റ് x2 പ്ലസ് ഐ y2ന് കോൺജുഗേറ്റ് എന്താ കിട്ടുക? x2 മൈനസ് ഐ y2 എന്ന് കിട്ടും. x2 മൈനസ് ഐ y2 ഡിവൈഡ് ബൈ x2 മൈനസ് ഐ y2. ഇത് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: x1 x2 മൈനസ് ഐ ഇൻറ്റു x1 y2 നെക്സ്റ്റ് പ്ലസ് ഐ ഇൻറ്റു x2 y1 പ്ലസ് ഐ ഇൻറ്റു മൈനസ് ഐ ഇൻറ്റു y1 ഇൻറ്റു y2. കണ്ട, x1 x2 x1 മൈനസ് ഐ y2 x1 മൈനസ് ഐ y2 നെക്സ്റ്റ് ഐ y1 ഇൻറ്റു x2 ഐ y1 ഇൻറ്റു x2 നെക്സ്റ്റ് ഐ y1 നെക്സ്റ്റ് പിന്നെ മൈനസ് ഐ y2 മൈനസ് ഐ ഇൻറ്റു y2 ഡിവൈഡഡ് ബൈ x2 പ്ലസ് ഐ y2 x2 മൈനസ് ഐ y2. ഇത് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഫോമിലല്ലേ? x2 പ്ലസ് ഐ y1 മൈനസ് ഐ y2 സോറി പ്ലസ് ഐ y2 മൈനസ് ഐ y2 കണ്ടോ? അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന രൂപത്തിലാണ്. എ പ്ലസ് ബി എ മൈനസ് ബി എന്താണ് പഠിച്ചിട്ടുള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാം. ദാറ്റ് ഇസ് x2 സ്ക്വയർ മൈനസ് ഐ y2 ഓൾ സ്ക്വയർ എന്നാണ് കിട്ടുക. ശരിയല്ലേ? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x1 x2 പിന്നെ ഇവിടെ ഐ ഇൻറ്റു മൈനസ് ഐ ഉണ്ട്. ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -1 1 എന്ന് കിട്ടും. +1 എന്നാണ് നമുക്ക് കിട്ടുക. സോ ഇറ്റ് ബിക്കം പ്ലസ് y1 by2 y1 by2. പിന്നെ ഉണ്ടാകുന്നത് പ്ലസ് ഐ ഇൻറ്റു x2 y1 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ
x2 square minus I y2 ന്റെ I square into y2 square എന്നാണ് ഉണ്ടാവുക. I square equal to -1. So minus of -1 plus എന്നാവും പ്ലസ് y2 square എന്നാണ് കിട്ടുക. അപ്പോൾ അവസാനം ഇതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. x1 x2 plus y1 y2 divided by x2 square plus y2 square plus I into x2 y1 minus x1 y2 divided by x2 square plus y2 square എന്നുണ്ട്. ഇതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കോഷ്യന്റ് കാണുന്ന സമയത്ത് കോംപ്ലക്സ് നമ്പറുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ത്രൂഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോംപ്ലക്സ് നമ്പറുകളുടെ ജിയോമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ്. റിയൽ നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് 2D പ്ലെയിനിൽ XY പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മുടെ XY പ്ലെയിനിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സപ്പോസ് ഇറ്റ് ഈസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ, ദെൻ XY എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. ദിസ് ഇസ് XY. ഇത് നമ്മുടെ XY പ്ലെയിനിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ കോംപ്ലക്സ് പ്ലെയിൻ അർഗന്റ് പ്ലെയിനിൽ കോംപ്ലക്സ് പ്ലെയിൻ നമ്മൾ അർഗന്റ് പ്ലെയിൻ എന്ന് കൂടെ പറയും. അർഗന്റ് പ്ലെയിനിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതും അതിന്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും ഉപയോഗിച്ചുകൊണ്ടാണ്. സപ്പോസ് വി ഹാവ് എ കോംപ്ലക്സ് നമ്പർ z equal to x plus iy, then the real part is x and imaginary part is y. ഇവിടെ എക്സിനെ റിയൽ ആക്സിസ് ആയിട്ടും വൈനെ ഇമാജിനറി ആക്സിസ് ആയിട്ടും കൺസിഡർ ചെയ്തുകൊണ്ടാണ് കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ഈ പോയിന്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ നമ്മുടെ XY പ്ലെയിനിൽ എക്സ് കോമ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 2+3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ 2 ആണ് റിയൽ പാർട്ട്, 3 ആണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ 2, 3 എന്ന് പറയുന്ന കോർഡിനേറ്റ് പെയർ നമ്മൾ XY പ്ലെയിനിൽ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്താൽ മതി. അതായത് 1, 2, വൈയിലാണെങ്കിൽ 1, 2, 3. അപ്പോൾ ഈ പോയിന്റ് ഉണ്ടാകുന്നത് ഇവിടെയായിരിക്കും. ദിസ് ഇസ് 2 + 3i. അപ്പോൾ -2 + 3i ആണെങ്കിലോ -2 + 3i അല്ലെങ്കിൽ -2 + i ആണെന്ന് വിചാരിക്കാം. -2 + i എന്ന് പറയുന്ന നമ്പറിനെ ഇത് നമ്മൾ എഴുതുന്നത് -2 + 1 × i എന്നാണ്. സോ -2, 1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണോ അതാണ് XY പ്ലെയിനിൽ -2, 1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണോ അതാണ് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ -2 + i എന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഇസ് -1, ദിസ് ഇസ് -2 ആൻഡ് ദിസ് ഇസ് 1. സോ -2, 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. സോ -2 + i എന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇത്രയാണ് നമ്മുടെ ജിയോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ കോംപ്ലക്സ് നമ്പറുകളുടെ മോഡുലസ് എന്നുള്ള ഒരു ടെർമിനോളജി കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് എ കോംപ്ലക്സ് നമ്പർ z equal to x plus iy, then its modulus is denoted as mod z, like this. It is defined as root of x square plus y square എന്നുള്ളതാണ്. That is root of real z all square plus imaginary z all square. ഇതാണ് മോഡുലസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഇങ്ങനെയാണ്. നമുക്ക് z കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് z ബാർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ z ബാർ എന്ന് പറയുന്നത് എന്താ കിട്ടുക? z z ബാർ എന്ന് പറയുന്നത് x plus iy into x minus iy എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന എന്താണ്? ദാറ്റ് ഇസ് z ബാർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് കിട്ടുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടു. മോഡ് z ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കണ്ടു കഴിഞ്ഞു. സോ മോഡ് z ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? മോഡ് z ഓൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നല്ലേ കിട്ടുക. Therefore we can write mod z all square equal to z bar or mod z equal to root of
z bar എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊന്ന് ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് z bar equal to mod z square or mod z is equal to root of z bar എന്ന്. ഇനി ഈ ഭാഗത്ത് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു കോംപ്ലക്സ് ഇക്വേഷൻ തരും, എന്നിട്ട് അതിൽ നിന്ന് കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ, സപ്പോസ് z equal to 2z bar equal to 2 minus I divided by 1 plus 3i. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് എ കോംപ്ലക്സ് നമ്പർ വിച്ച് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ z plus 2z bar equal to 2 minus I by 1 plus 3i എന്ന്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് ആ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ z എന്ന് പറയുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കലാണ്, ആ കോംപ്ലക്സ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കലാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് സൈഡുകളിലെയും കോംപ്ലക്സ് നമ്പർ ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് അത് ചെയ്ത് നോക്കാം. ഇവിടെ സപ്പോസ് z equal to x plus iy and we can write z equal to x minus iy. So z plus the left side, z plus 2z bar can be written as x plus iy plus 2 into x minus iy എന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. x plus 2x equal to 3x എന്ന് കിട്ടും, പ്ലസ് iy അതുപോലെ പ്ലസ് 2 into minus iy, that is iy minus 2iy, that is minus iy എന്ന് കിട്ടും കേട്ടോ. 3x minus iy എന്നാണ് ഇത് കിട്ടുക, that is LHS. ഇനി ആർക്കസ് എടുത്ത് നോക്കാം. അവിടെ ഉണ്ടാകുന്നത് 2 minus I divided by 1 plus 3i എന്നാണ്, 1 plus 3i. ഇത് നമുക്ക് a plus x plus iy ഫോമിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഈ ഡിനോമിനേറ്ററിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 1 plus 3i ആണ് ഇവിടെ ഉള്ളത്, ഇപ്പോൾ 1 minus 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 2 minus I into 1 minus 3i divided by 1 plus 3i into 1 minus 3i എന്ന്. ഇവിടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഏതാണ്, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, -1/10 -7/10 i എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ കണ്ട ആ LHS RHS കൂടെ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് ഈസ് 3x minus iy equal to -1/10 -7/10 i എന്നാണ് കിട്ടുക. അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് equating both sides we get 3x minus iy equal to -1/10 -1/7/10 i എന്ന് കിട്ടും. ഇവിടെ നിന്ന് എന്താ കാര്യം നമുക്ക് പറയാൻ പറ്റുക, റിയൽ പാർട്ട് 3x equal to -1/10 and minus y equal to -7/10. So x equal to -1/30 and y equal to -7/10 എന്ന് കിട്ടും. That is x is equal to -1/30 and y equal to 7/10 എന്നാണ് കിട്ടുന്നത്. So our real number x plus iy equal to -1/30 plus 7/10 i എന്ന് കിട്ടും. This is the required answer. ഈസി അല്ലേ? ഇത്രയും കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, താങ്ക് യു.